നമസ്കാരം. എനിക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന വിഷയം ലോകത്തുള്ള എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മൾ മനുഷ്യർ നന്മയിൽ നിന്നും തിന്മ കണ്ടുപിടിക്കാൻ നടക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തമാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്. അത് നമ്മുടെ ലോകത്തെ എങ്ങനെ മാറ്റിയെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ ഇന്നിവിടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു മോശം വശത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് വേറൊന്നുമല്ല, അത് ഈ കമ്പ്യൂട്ടർ ഗെയിമുകളെ കുറിച്ച് തന്നെയാണ്. ഈ മുതിർന്ന ആൾക്കാർക്ക് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. എന്നാൽ ഈ 18 വയസ്സ് കഴിഞ്ഞവരും ആ പ്രായത്തിലുള്ളവരൊക്കെ ഈ കമ്പ്യൂട്ടർ ഗെയിമിനൊക്കെ വളരെയേറെ അഡിക്റ്റായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ നഗരപ്രദേശങ്ങളിലുള്ളവരാണ് ഈ വീഡിയോ ഗെയിമിനൊക്കെ അഡിക്റ്റായി പോയിരിക്കുന്നവർ. അതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരികയും ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്കറിയാം, ഈ പഠനം നടത്തിയിരിക്കുന്നത് ജർമ്മനിയിലെ ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ 18നും 26 വയസ്സിനും പ്രായമുള്ള ഇടയിലെ ആൾക്കാരെ എടുത്തു. പിന്നെ ഒരു ദിവസം 4 മണിക്കൂർ വരെ വീഡിയോ ഗെയിം കളിക്കുന്ന ആൾക്കാരെയും എടുത്തു. അപ്പോൾ ഇവർ ചിലവരെ എടുത്ത് MRI സ്കാനിങ്ങിന് വിധേയമാക്കി. ചില രീതിയിലൊക്കെയാണ് ഇവരിതിനെ വിധേയമാക്കിയത്. ഒന്ന്, ഇവർ ആക്ഷൻ ഗെയിമുകൾ കളിക്കാൻ പോകുന്ന സമയം. പിന്നെ രണ്ടാമത്തേത്, ഇവർ കോമഡിയായ ഗെയിമുകൾ, ഹാസ്യമായ ഗെയിമുകൾ കളിക്കാൻ പോകുന്ന സമയം. പിന്നെ ഇവർ ഈ ഗെയിമുകളുടെ ഇടയ്ക്ക് ഇവർ എങ്ങനെ മറ്റുള്ളവരെ തോൽപ്പിക്കാം എന്ന് നടക്കുന്നതിൻ്റെ ടൈമിലും പിന്നെ ജയിക്കുന്നതും തോൽക്കുന്നതും ഈ ടൈമിലൊക്കെയാണ് ഇവർ ഈ പഠനം നടത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ശാസ്ത്രജ്ഞരൊക്കെ അത്ഭുതപ്പെട്ടു പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആക്ഷൻ ഗെയിമുകളൊക്കെ കളിക്കാൻ പോകുന്ന സമയം ഇവരിലുണ്ടാകുന്ന അക്രമാസന്നത എങ്ങനെയാണെന്ന് കണ്ട് ഇവർ അത്ഭുതപ്പെട്ടു പോയി. ഈ എമ്പതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ബ്രെയിനിൻ്റെ സ്ഥലത്ത് ഇവർ അക്രമസന്നതയുടെ സെല്ലുകളാണ് ഇവർ കൂടുതലായി കണ്ടുവന്നത് എന്നും വളരെയേറെ വിഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നത്തിന് വരെ ഇവർ കൂടുതൽ ജയിക്കണം, മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാം, അതുകൊണ്ട് എന്തൊക്കെ ചെയ്ത് തോൽപ്പിക്കാം എന്ന രീതിയിലേക്ക് ഈ കുട്ടികൾ മാറുന്നു എന്നതാണ് ഈ പഠനം നമ്മളെ കാണിച്ചു തരുന്നത്. പിന്നീട് ഇവർ 6 മാസത്തേക്ക് ഈ കുട്ടികളെ ഗെയിമൊന്നും തൊഴിപ്പിക്കാത്ത രീതിയിൽ മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് അവർ MRI സ്കാനിന് പിന്നെയും വിധേയമാക്കി. അപ്പോഴും നമ്മുടെ ശാസ്ത്രജ്ഞർ അത്ഭുതപ്പെട്ടു പോയ കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പോഴും ഈ കുട്ടികളുടെ കോശങ്ങളിൽ ഇതൊന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെയാണ്. ഇവർ നിരന്തരം ഒരു ചെറിയ കാര്യത്തിന് വരെ മറ്റുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാമെന്നും എന്തൊക്കെ വഴിയിൽ ഇവരെ തോൽപ്പിക്കാൻ നിലംപരിശാക്കാമെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. പിന്നെ ജപ്പാൻ നടത്തിയ ഒരു പഠനത്തിനനുസരിച്ച് ഈ കുട്ടികളൊക്കെ ചുമ്മാ ഇരിക്കാൻ വേണ്ടിയാണ് കൂടുതലും ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവർക്ക് യാതൊരു ഉന്മേഷം ഉണ്ടാവുകയില്ല. അവർക്ക് എന്താണ് അവരുടെ ഗോളെന്നും അവർ ആത്മാർത്ഥമായി ഒന്നും ചെയ്യാത്ത രീതിയിലും ആയിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഒരു ഉന്മേഷമില്ലാത്ത രീതിയിലും അവർ ആയിത്തീർന്നിരിക്കുന്നു എന്നാണ് ഈ ജപ്പാനിൽ നടത്തിയ പഠനം കൊണ്ട് ഇവർക്ക് മനസ്സിലായൊരു കാര്യം. പിന്നെ നമ്മൾ കേട്ടുവരുന്നൊരു കാര്യം, ഈ നമ്മുടെ പ്രത്യേകിച്ച് മാതാപിതാക്കളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഗെയിമുകളൊക്കെ കളിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളിൽ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂടുന്നു എന്നാണല്ലോ. പക്ഷേങ്കിൽ അത് ഒരിക്കലുമല്ല, അത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. കുട്ടികളിൽ അക്രമസന്നതയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വളർന്നു വരുന്നത് എന്ന് നമ്മൾ മാതാപിതാക്കളും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നം നൽകുന്നു. നന്ദി.